അപ്പോഴേ ഇതുണ്ടല്ലോ, കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണേ. അതായത് പപ്പയും അമ്മയും വന്നതിൻ്റെ പിറ്റേ ദിവസം, ഇന്നേക്ക് ദുർഗാഷ്ടമി ആ ദിവസമാണേ. അന്ന് പൂജാ ദിവസമാണല്ലോ. എൻ്റെ ആയുധം അടുക്കളയാണല്ലോ. അപ്പോൾ അടുക്കള രാവിലെ പൂജയ്ക്ക് വെച്ച് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ. എന്നാന്നറിയാൻ പാടില്ല, രാവിലെ അമ്പലത്തിലേക്ക് ഇറങ്ങിയ എൻ്റെ അടുക്കള എന്നും പൂജയ്ക്ക് ഞാൻ വെക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആമയുടെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെളുപ്പിനേ ഇറങ്ങണം എന്നോർത്താണേ, പക്ഷെ നടന്നില്ല. അവധി ദിവസം ആയതുകൊണ്ടാണെന്നറിയത്തില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടുത്തെ ഗോശാലയും കുളമൊക്കെയാണ് കേട്ടോ. നേരത്തെ ഞങ്ങൾ വരുമ്പോഴേനും നിറയെ ആമകളുണ്ടായിരുന്നു ആ കുളത്തിൽ. ഇപ്പോൾ മരുന്നിന് പോലും ഒരെണ്ണം പോലും ഇല്ല കേട്ടാ. അമ്മയും പപ്പയൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചവരെ. പണ്ട് ഇവിടെ വരുമ്പോഴേ സെറ്റപ്പ് ആയിരുന്നേ, കാരണം ഇഷ്ടം പോലെ പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 2-3 പശുക്കളൊക്കെ ഉള്ളൂ. കുളമൊക്കെ ആണെങ്കിലും ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കണു. അങ്ങനെയൊക്കെ ഉണ്ട്. ആമകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കൊച്ചു 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 പ്രശ്നങ്ങൾ. നമ്മുടെ പണ്ടത്തെ കുട്ടിക്കഥകളിലെ ഏഴിലംപാല യക്ഷികളുടെ വിഹാര കേന്ദ്രം. അയ്യോ, യക്ഷി എന്ന് പറഞ്ഞപ്പോൾ ആ ഫ്ലോയിൽ അങ്ങനെ ചിരി വന്നതാണ് കേട്ടോ. ചിരിയല്ല, അട്ടഹസിച്ച് പോയതാണേ, ക്ഷമിക്കണേ. കുറച്ച് മുമ്പ് ഒരു ഫോട്ടോ കാണിച്ചില്ലേ, ആ 7 ദേവികളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് പ്രതിഷ്ഠ. പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി എല്ലാം പുറത്ത് വന്നപ്പോൾ ദാണ്ടെ കുറേ ഇങ്ങനെ പാമ്പുകളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. സത്യമായിട്ട് ഒന്ന് നോക്കുമ്പോൾ, പെട്ടെന്ന് നോക്കുമ്പോൾ ഒറിജിനലാണെന്നാണ് തോന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും കുഞ്ഞതിനെയാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞൂട്ടനെ. നല്ല ക്യൂട്ടായിരിക്കണല്ലേ. ഞാൻ ചോദിച്ചതാ ഇത് എടുത്തോട്ടെ എന്ന്, പക്ഷെ അവർ ചീത്ത പറയില്ലെന്നോർത്ത് വേണ്ടാന്ന് വെച്ചു. ആ പോട്ട്. അമ്പലത്തിൻ്റെ നേരെ പുറകുവശത്ത് കായലാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പുറകിലുണ്ടല്ലോ, കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പുറകിൽ ഭയങ്കര വലിയ കായലാണേ. നല്ല രസമാണ്, നല്ല സീനറിയാണ്, നോക്കിയിരുന്നു പോവും. കുറച്ച് നേരം കൂടെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വിശപ്പ് അതിനെ അനുവദിച്ചില്ല. രാവിലത്തെ ആ ഓട്ടപ്പാച്ചിൽ കാരണേ വിശന്ന് പണ്ടാറടങ്ങിപ്പോയിന്നേ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട തിരിച്ചു വന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, വീഡിയോ എടുക്കാതിരുന്നാൽ കണ്ടിന്യൂറ്റി കിട്ടില്ലല്ലോ ഭഗവാനെ എന്ന്. വീഡിയോ എടുക്കാതിരുന്നതിന് കാരണമുണ്ട്, ഫോൺ എടുത്തില്ല വണ്ടിയെന്ന്. ഫോൺ എടുക്കാത്തതിനൊരു കാരണമുണ്ട്, വിശന്ന് ജീവൻ കത്തിയിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഒക്കെ ഓർക്കണം, പക്ഷെ ഞാൻ മറന്നുപോയി. പുറത്തോടെ നടന്ന് വീഡിയോ എടുത്ത് പരിചയമായില്ലല്ലോ അത്രയും, അതുകൊണ്ട് പറ്റിയതാ. സോറിയേ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞെടുത്തത് കേട്ടോ ഇതൊക്കെ. ഈ ചോറ്റാനിക്കരമ്പലമാണ് ഇത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു നേരമായേ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് ഇറങ്ങി. കാര്യം പറഞ്ഞാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടി. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരത്തെ പറഞ്ഞു തന്നെ മറന്നുപോയി, വിശപ്പിൻ്റെ വിളി കാരണം മറന്നുപോയി. ബീച്ചിൽ എത്തുന്നതിന് മുമ്പ് പപ്പായ എന്നോടൊരാഗ്രഹം പറഞ്ഞായിരുന്നു, മദാമയുണ്ടെങ്കിൽ കൂടെ നിർത്തിയൊരു ഫോട്ടോ എടുത്ത് തരണേ പെണ്ണേന്ന്. പക്ഷെ അവിടെ എല്ലാം പരതിയിട്ട് ഒരു മരുന്നിന് പോലും ഒരെണ്ണത്തിന് കിട്ടിയില്ല. എന്നാണേലും പപ്പായും അമ്മയും ബീച്ചിൽ പിള്ളേരുടെ കൂടെ കളിച്ച് അവർ ഹാപ്പിയായി. എനിക്കത് മതി. ഒരിക്കലും കണ്ടാൽ മതിവരാത്തൊരു സാധനമാണല്ലോ ആ കടല്. ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ചാന്തുപൊട്ടിനകത്ത് ദിലീപ് പറയും പോലെ, ഉപ്പുവെള്ളം കൊണ്ടാൽ എൻ്റെ ക്യൂട്ടസ്ക്ക് പോവിടോ. ഹി അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, നനഞ്ഞു കുളിച്ച് വണ്ടി കയറാൻ എനിക്ക് വയ്യ. അവർ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തേലും ഇടണ്ടേന്ന് ഓർത്തിട്ടതാ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നുപോയാലോ. അപ്പോൾ ബൈ.